നമസ്കാരം, ഞാൻ ലിജി. ബ്ലോഗ്സ് ബൈ ലിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നമ്മൾ കേൾക്കുന്നതാണ് റോബിൻ രാധാകൃഷ്ണൻ, നമ്മളെ ബിഗ് ബോസിലുണ്ടായിരുന്ന റോബിൻ രാധാകൃഷ്ണനും വേദലക്ഷ്മിയുടെ ഫ്രണ്ടും കൂടായ അബിൽ ദേവ് എന്ന് പറയുന്ന ഒരാളുമായിട്ട് ഭയങ്കരമായിട്ടുള്ള ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടാവുകയും ഓരോരുത്തരായിട്ട് വന്നിട്ട് അവരവരുടെ ഭാഗം വിശദീകരിക്കുന്നതൊക്കെ കണ്ടു. വേദലക്ഷ്മി പറയുന്നത് പ്രകാരം കുറേ ലക്ഷം വേദലക്ഷ്മിക്ക് കൊടുക്കാനുണ്ട്, ഫ്രണ്ടിന്റെ കയ്യിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയൊരു ആരോപണമാണ് വേദലക്ഷ്മി ഉന്നയിച്ചിട്ടുള്ളത്. അതിനുശേഷം ഈ വേദലക്ഷ്മി പറയുന്ന ആ ഫ്രണ്ടും ഒക്കെ വന്നിട്ട് അവരുടെ ഫൈനാൻഷ്യൽ ഇഷ്യൂസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പം അത് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് റോബിൻ രാധാകൃഷ്ണൻ വന്നിട്ട് അത് എല്ലാം കുറെ പ്രൂഫുകളും അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ്, പക്ഷേ നല്ല രീതിയിൽ എന്ത് ചെയ്തു ഏൺ ചെയ്തിട്ടുണ്ടായിരുന്നു, ഫണ്ടും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം 2024 ചെറിയ രീതിയിലൊരു ഫിനാൻഷ്യൽ സ്ട്രഗിൾ വന്നു. ഈ ഫിനാൻഷ്യൽ സ്ട്രഗിൾ എല്ലാവർക്കും വരുന്നത്, അത് അംബാനി തൊട്ട് എല്ലാവർക്കും ഫിനാൻഷ്യൽ സ്ട്രഗിൾ വരും. ഫണ്ട് ചിലപ്പം നമുക്ക് കുറവ് വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ചോദിക്കും, തിരിച്ചു കൊടുക്കും. അത് മനുഷ്യരുടെ ഇടയിൽ എല്ലാവർക്കും നടക്കുന്ന കാര്യമാണ്. അപ്പൊ ഈ വേദലക്ഷ്മിയുടെ കയ്യിൽ നിന്നും അബിൽ ദേവിന്റെ കയ്യിൽ നിന്നും അവരുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുടെ കയ്യിൽ നിന്നൊക്കെയാണ് റോബിൻ കാശ് വാങ്ങിയിരിക്കുന്നു. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. എനിക്ക് മാത്രമല്ല എല്ലാവർക്കും നടക്കുന്നത്. ഇവിടെ ഉള്ള മെയിൻ ആയിട്ടുള്ള ഒരു അലിഗേഷൻ എന്ന് പറയുന്നത് ഫിനാൻഷ്യലി ഉള്ള കാശ് ഞാൻ ഈ പറഞ്ഞ വേദലക്ഷ്മിക്ക് കൊടുക്കാനുണ്ടെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അതാണ് ഇവിടുത്തെ അലിഗേഷൻ. അല്ലാതെ ഞാൻ ഈ പറഞ്ഞ കണക്ക് വലിയൊരു ക്രിമിനൽ ക്രൈം, ഈ പറഞ്ഞ കണക്ക് കൊലപാതകമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോസ്കോ കേസോ അല്ലെങ്കിൽ റേപ്പ് കേസോ മർഡറോ അല്ലെങ്കിൽ ഡ്രഗ് യൂസ് ഇതൊന്നും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. മനസ്സിലായി? എല്ലാ മനുഷ്യനും ചെയ്യുന്ന ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾ മാത്രമാണ് നടന്നിട്ടുള്ളത്. ഇതിലൊരു ക്ലാരിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ വേദലക്ഷ്മിയെ ഞാൻ അറിയുന്നത് അബിൽ ദേവ് എന്ന് പറഞ്ഞ ഒരാളിനെ. അബിൽ ദേവ് എന്ന് പറയുന്ന കേരള ഫാഷൻ ലീഗിന്റെ ഓണറാണ്. പുള്ളിക്കാരൻ ഒരു പീഡന അപ്പൊ ഈ ഫണ്ട് തിരിച്ചു കൊടുക്കാത്തതിന് കാരണമായിട്ട് റോബിൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ വേദലക്ഷ്മിയും അബിൻ ദേവും ഈ പറയുന്ന രണ്ട് വ്യക്തികളും വേറെ കുറച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വ്യക്തികളുണ്ട്. ഇവരൊക്കെ പൈസ കൊടുത്തത് റോബിൻ പൈസ ചോദിക്കുകയും ആ പൈസ കൊടുക്കുന്നത് ഇവരുടെ ഫ്രണ്ടിന്റെയൊക്കെ അക്കൗണ്ട് വഴിയാണ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അന്ന് റോബിന് ക്യാഷിന് അത്യാവശ്യമായിരുന്നു. അതുകൊണ്ട് റോബിൻ എന്തെങ്കിലും ഇല്ല, വേണ്ട, നിന്റെ ഫ്രണ്ട് വഴിയല്ലേ എനിക്ക് പൈസ തരുന്ന, വേണ്ട, നിന്റെ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ തന്നാൽ മതി എന്ന് പറഞ്ഞില്ല. പകരം റോബിന് പൈസ ആവശ്യമായിരുന്നു, റോബിൻ പൈസ വാങ്ങി. അപ്പൊ ഇവരുടെ ഫ്രണ്ട്സിന്റെയൊക്കെ അക്കൗണ്ടുകൾ വഴിയാണ് ഈ പൈസ കൊടുത്തിരിക്കുന്നത്. അപ്പൊ തിരിച്ചു കൊടുക്കാനായിട്ട് റോബിൻ കൊടുക്കാതിരുന്നപ്പോൾ ഇവർ തിരിച്ചു ചോദിക്കുകയും ഇങ്ങനെയൊക്കെയുള്ള ഓരോ ഇഷ്യൂസ് ഉണ്ടാവുകയും ചെയ്തപ്പോൾ റോബിൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ഈ വേദലക്ഷ്മിയുടെയും അബിൽ ദേവിന്റെയൊക്കെ യഥാർത്ഥ അക്കൗണ്ട് കൊടുക്കുക, ആ അക്കൗണ്ടിലേക്ക് മാത്രമേ റോബിൻ പൈസ തിരിച്ചു കൊടുക്കുകയുള്ളൂ എന്നാണ്. അപ്പൊ അത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പൈസ ഇല്ല, നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങും കൊടുക്കുകയൊക്കെ ചെയ്യും. വാങ്ങുന്നതിനേക്കാൾ ഉപരി പറയുന്ന സമയത്ത് തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും മുഖ്യമായൊരു വിഷയം. ആ ഒരു പറയുന്ന സമയത്ത് നമ്മൾ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അവർക്ക് നമ്മളോടുള്ള ഒരു വിശ്വാസ്യത ഇല്ലാതാവുകയും ചെയ്യും. പിന്നെ നമുക്ക് ഭാവിയിലേക്ക് ഇങ്ങനെ ഒരു ഫണ്ട് റേസിംഗ് സമയം വരുമ്പോൾ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. അപ്പോൾ അതുപോലെ റോബിനും തിരിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് ഈ പൈസകൾ. അപ്പൊ പൈസ തിരിച്ചു ചോദിക്കുന്ന സമയത്തെല്ലാം റോബിൻ പറഞ്ഞു, നിങ്ങളുടെയൊക്കെ യഥാർത്ഥ അക്കൗണ്ട് താ, ഞാൻ ആ അക്കൗണ്ടിലേക്ക് തിരിച്ചു തരുള്ളൂ എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരാളുടെ കയ്യിൽ നിന്ന് റോബിൻ പൈസ വാങ്ങി കഴിഞ്ഞതിന് ശേഷം അവർ പറയുമ്പോൾ, ഒരു ഉദാഹരണത്തിന് ഒരു 6 ലക്ഷം രൂപ ഒരാൾ റോബിനെ സഹായിച്ചെന്ന് വെച്ചോ. അപ്പൊ അവർ തിരിച്ച് പൈസ ചോദിക്കുകയാണ്, എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച 6 ലക്ഷം എനിക്ക് തിരിച്ചു തരണം കേട്ടോ, എനിക്ക് അത്യാവശ്യം ഉണ്ടെന്ന് പറയുമ്പോൾ റോബിൻ പറയും, അതിനെന്താ ഒരു കുഴപ്പമില്ല, 6 ലക്ഷം ഞാൻ തിരിച്ചു തരാം, നീ ഒരു കാര്യം ചെയ്യും, ഒരു 4 ലക്ഷം കൂടി ഇങ്ങോട്ട് തരാം, ഒരു 10 ആവും, ഞാൻ 11 ലക്ഷം രൂപ നീ പറയുന്നതിന് തൊട്ടടുത്ത ദിവസം തരാം, ഒരു എമൗണ്ട് ആയിട്ട്. അങ്ങനായിരുന്നു ഈ റോബിന്റെ പരിപാടി. അപ്പോൾ ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു, വലിയ വലിയ സംഖ്യകളായി മാറിക്കൊണ്ടേയിരുന്നു. പലരുടെ കയ്യിൽ നിന്ന് റോബിൻ ഇങ്ങനെ വാങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് റോബിന് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക്. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ മാരേജിന്റെ ദിവസമായതാണ് എനിക്ക് പോകാൻ പറ്റില്ല. അതിനുശേഷം ഞാൻ പുള്ളിക്കാരത്ത് പറഞ്ഞു, എനിക്ക് റോയ് സാറിനെ ഒന്ന് കണക്ട് ചെയ്ത് തരണം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, എൻ്റെ ഫിനാൻഷ്യൽ കാര്യങ്ങളും എനിക്ക് പ്ലാനിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും എന്ന് കണക്ട് ചെയ്ത് ഞാൻ പറഞ്ഞപ്പോൾ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്, ഫിനാൻഷ്യലി കുറച്ച് ചെറിയ സ്ട്രഗിൾസ് ഉണ്ട്, അപ്പോൾ അതൊക്കെ തീർക്കാൻ വേണ്ടി എനിക്ക് വർക്കും കാര്യങ്ങളൊക്കെ വേണം എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ്റെ ഫ്രണ്ട് സുഹൃത്തായിട്ടുള്ള വേദലക്ഷ്മി ഇതേപോലെ UK ബേസ്ഡ് ആയിട്ടുള്ള ഒരു പുള്ളിക്കാരിയാണ്. അപ്പോൾ പുള്ളിക്കാരി ഇതേപോലെ ബിഗ് ബോസിൽ പോകാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരി അതിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നീ ഹെൽപ്പ് ചെയ്യണം, നീ മാക്സിമം സപ്പോർട്ട് ചെയ്ത് വീഡിയോസ് ചെയ്യണം. അപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് ഈ വേദലക്ഷ്മിനെ അറിയില്ല. പറഞ്ഞ അബിൽ ദേവും വേദലക്ഷ്മിയും കൂടെ നമ്മുടെ കുട്ടികൾ വരുന്നു, പുള്ളിക്കാരൻ്റെ ബർത്ത്ഡേ ഇവിടെ വെച്ച് സെലിബ്രേറ്റ് ചെയ്യുന്നു. അങ്ങനെ എന്നെ ഭയങ്കര കാര്യമായിട്ട് ഈ പറഞ്ഞ അബിൽ ദേവ് എൻ്റെ അനിയനാണ്, എനിക്ക് പറക്കാതെ പോയ എൻ്റെ സഹോദരനാണെന്നൊക്കെ പറഞ്ഞ് എൻ്റെ കൂടെ കൂടിയതിന് ശേഷം നിങ്ങൾക്ക് പലർക്കും ചെക്ക് ചെയ്യാൻ പറ്റുന്ന സമയത്ത് വേദലക്ഷ്മിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. അതുപോലെ പേഴ്സണലി എനിക്ക് പുള്ളിക്കാരി ഇഷ്ടമല്ല. എന്നിരുന്നാലും ഈ പുള്ളിക്കാരെ എന്നെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞത് കാരണം പല സമയത്ത് ഹെൽപ്പ് ചെയ്തുകൊണ്ടും ഞാൻ ഫോഴ്സ്ഫുള്ളി സപ്പോർട്ട് ചെയ്യേണ്ടി വന്നതാണ്. അത് മാത്രമല്ല, അതിനകത്ത് ബിഗ് ബോസിൻ്റെ അതിലും ഉറക്കൊക്കെ സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്ന സമയത്ത് ഞാൻ പേഴ്സണലി പറഞ്ഞിരുന്നു, എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് തന്നെയാണ് ഞാനത് പബ്ലിക്കിൽ പറഞ്ഞിരുന്നത്. അപ്പം ഇതിങ്ങനെ പോകുന്നു. അല്ലെങ്കിൽ പുള്ളിക്കാരൻ റിലേറ്റ് ആയിട്ടുള്ള ആരെങ്കിലും അക്കൗണ്ടിൽ എനിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ചില സമയങ്ങളിൽ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഒരു സെൽഫി വീഡിയോ പുള്ളിക്കാരൻ വേണം. എന്താണെന്ന് വെച്ചാൽ ഇത് എനിക്ക് ഇങ്ങനെ കാശിൻ്റെ ആവശ്യമുണ്ട്. അംബാനി ഉൾപ്പെടെയുള്ള എല്ലാവർക്കും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് വരും. അപ്പൊ റോബിനും അങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നതെന്നാണ്
റോബിൻ പറയുന്നത് ശരിയാണ്. എല്ലാ ബിസിനസ്മാൻമാരും ഏൺ ചെയ്യും. ഏതൊരു ബിസിനസ്മാനെ എടുത്താലും എല്ലാവർക്കും നല്ലൊരു ലോൺ ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ലോൺ അതായത് അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കി അതിൽ നിന്നാണ് സാമ്പത്തികമായിട്ട് പൈസ എല്ലാവരും ഏൺ ചെയ്യുന്നത്. പക്ഷെ ആരും പൈസ തിരിച്ചു കൊടുക്കാതിരിക്കത്തില്ല. ആ ഏൺ ചെയ്യുന്ന സമ്പത്തിന്റെ ഒരു ഭാഗം അവരവരുടെ കടം തീർക്കാനും കൂടെ യൂസ് ചെയ്യുന്നു. ഇവിടെ റോബിനെ സംബന്ധിച്ചിടത്തോളം റോബിൻ പറയുന്നത് നിങ്ങൾക്ക് പൈസ വേണോ, നിങ്ങളുടെ അക്കൗണ്ട് ഇതാ, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഞാൻ പൈസ ഇട്ടുതരും, ഇല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയി കേസ് കൊടുത്തിട്ട് തിരിച്ചു മേടിച്ചോ, നിങ്ങളെ കയ്യിൽ നിന്ന് ഞാൻ അക്കൗണ്ടിൽ നിന്ന് പൈസ മേടിച്ചോ. അങ്ങനെയാണ് സാമ്പത്തികമായി പ്രതിസന്ധി വന്നപ്പോൾ സഹായിച്ചവരോട് റോബിൻ പറയും. ഇന്ന കാശ് ഞാൻ മേടിക്കണം, ഇന്ന് റിട്ടേൺ ചെയ്യുന്നുള്ള രീതിയിൽ ഒരു വീഡിയോ വേണമെന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചു ഇയാൾ ഫ്രണ്ട് അല്ലേ, സുഹൃത്തല്ലേ, നമ്മളൊരു വീഡിയോ വേണമെന്ന് പറഞ്ഞായിരിക്കും. ഞാൻ അതിൽ തെറ്റായിട്ടൊന്നും വിചാരിച്ചില്ല. അപ്പോൾ ഞാൻ ചിന്തിച്ചു വേണോ വേണമെന്ന് വിചാരിച്ചു. എന്നാലും എനിക്ക് ആ സമയത്ത് വോയിസ് കാര്യങ്ങളൊന്നും റെക്കോർഡ് ചെയ്തിട്ടുള്ള ആവശ്യമുള്ളത് കാരണം ഞാൻ എന്ത് ചെയ്തു, അയച്ചു കൊടുത്തതിന് ശേഷം 3-4 വീഡിയോ പുള്ളിക്കാരെ കയ്യിൽ പറഞ്ഞ വീഡിയോസ് ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം എന്നോട് ഈ പുള്ളിക്കാരെ സംസാരിക്കാറുണ്ടായിരുന്നു. പുള്ളിക്കാരെ പേഴ്സണൽ കാര്യങ്ങളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു, എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ പുള്ളിക്കാരെ സംസാരിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഒരു രീതിയിൽ ഞാൻ പുള്ളിക്കാരെ വോയിസ് കാര്യങ്ങളൊന്നും റെക്കോർഡ് ചെയ്യുന്നില്ല. തിരിച്ച് അക്കൗണ്ട് പറയുമ്പോൾ ഈ പറയുന്ന റോബിനൊരു പോക്സോ കേസ് ഉണ്ടാക്കിയിട്ടില്ല, ലഹരി ഉപയോഗിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആരെയും കൊന്നിട്ടില്ല, അങ്ങനത്തുള്ള കേസുകളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സാമ്പത്തിക ബാധ്യത ഉണ്ടായി എന്നുള്ളത് മാത്രമാണ്. അതൊരു വലിയൊരു തെറ്റല്ല, എല്ലാവർക്കും സംഭവിക്കും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ പ്രതിനിധിയായി നിന്ന് മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് ഈ പറയുന്നത്. അദ്ദേഹം ഇങ്ങനത്തെ കേസിലൊന്നും വന്നിട്ടില്ല, ഇദ്ദേഹം ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ മാത്രമേ വന്നിട്ടുള്ളൂ എന്നൊക്കെ. അപ്പം അതിനെക്കുറിച്ചും ഇനി അങ്ങോട്ട് ഈ ഫണ്ട് ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഈ ഫണ്ടുമായിട്ടും റോബിൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതും നമ്മൾ കേൾക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് കൂടുതൽ വീഡിയോയിലേക്ക്. അതേപോലെ പല ആൾക്കാരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഈ പുള്ളിക്കാരൻ അയച്ചു തന്നിട്ട് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി എൻ്റെ അടുത്ത് പറയുന്നത്. ഓക്കെ, നവീൻ എന്ന് പറഞ്ഞ ആളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു തന്നിട്ട് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറയും. അപ്പോൾ ഞാൻ ഇയാൾ എനിക്ക് ഫണ്ട് അയച്ചു തരുന്നു, ഞാൻ ഈ പറയുന്ന അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. പല അക്കൗണ്ടിലേക്ക് പറയും. ഞാൻ ശരി, ഞാൻ അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തല്ലേ, ഒരു ഫ്രണ്ട് അല്ലേ, നമ്മൾ ചതിക്കത്തില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു പ്രാവശ്യം ഈ പറഞ്ഞ കണക്ക് വേദലക്ഷ്മിനെ ആയിട്ട് എനിക്ക് ഫിനാൻഷ്യലി പുള്ളിക്കാരിയായിട്ടല്ല വന്നത്. എനിക്ക് ഇപ്പൊ ഈ അബിൽ ദേവിനെ കുറിച്ച് റോബിൻ പറയുന്നത്, അബിൽ ദേവ് എന്ന് പറയുന്നത് ഒരു ഫാഷൻ ഡിസൈനറാണ്, മാത്രമല്ല ഒരു കേസിലെ പ്രതി കൂടിയാണെന്നാണ് റോബിൻ പറയുന്നത്. അപ്പൊ ഈ റോബിൻ ഈ പൈസ മേടിക്കുന്ന, അപ്പൊ പുള്ളിക്കാരനാണ് ഈ വേദലക്ഷ്മി ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നത്. UK ബേസ്ഡ് ആയിട്ടുള്ള ഒരു മലയാളിയാണ് വേദലക്ഷ്മി. ആള് ബിഗ് ബോസിലേക്ക് പോകുന്നുണ്ട്. ബിഗ് ബോസിൽ പോകുമ്പോൾ ഫുൾ വേണ്ടുന്ന സപ്പോർട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഈ അബിൻ ദേവ് വേദലക്ഷ്മിയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് എന്നാണ് റോബിൻ പറയുന്നത്. പക്ഷെ അതിന്റെ കൂടെ റോബിൻ കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം ഒരു കേസിലെ പ്രതിയാണ്. ഈ അബിൻ ദേവ് എന്ന് പറയുന്ന വ്യക്തി ഒരു കേസിലെ പ്രതിയാണ്. ഈ പൈസ വാങ്ങുന്ന സമയത്ത് റോബിൻ അറിഞ്ഞിരുന്നില്ല ഇദ്ദേഹം ഒരു കേസിലെ പ്രതിയാണ്, ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങരുതെന്ന്. അപ്പൊ പൈസ വാങ്ങി അത് തിരിച്ചു കൊടുക്കേണ്ട സാഹചര്യം വന്നപ്പോൾ കൊടുക്കാതിരുന്നപ്പോഴാണ് റോബിൻ ഇദ്ദേഹം ഒരു കേസിലെ പ്രതിയായത്. പൈസ വാങ്ങുന്ന സമയത്ത് അപ്പൊ പൈസയുടെ ആവശ്യം ഉണ്ടായതുകൊണ്ട് അതൊന്നും റോബിൻ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പൊ ബാക്കി നമുക്ക് വീഡിയോയിലേക്കാണ്. ലക്ഷ്മിനെ ആയിട്ട് എനിക്ക് ഫിനാൻഷ്യലി പുള്ളിക്കാരിയായിട്ടല്ല വന്നത്. എനിക്ക് അബിൽ ദേവുമായിട്ടാണ് ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾ. ഈ അബിൽ ദേവ് പറഞ്ഞിട്ടാണ് ഇവരെന്തോ സുഹൃത്തുക്കളാണ് തോന്നുന്നത്, എന്താണ് അവർ തമ്മിൽ റിലേഷൻ അറിയത്തില്ല. അബിൽ ദേവ് ഈ പേഴ്സൺ സമയം തൊട്ടേ ഭയങ്കരമായിട്ട് സപ്പോർട്ടിങ് കാര്യങ്ങൾ ചെയ്യുന്ന മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. ചില സമയത്ത് ഒരു പ്രാവശ്യം മാത്രം വേദലക്ഷ്മിയുടെ അക്കൗണ്ടിൽ നിന്ന് എന്ത് ചെയ്തു, എൻ്റെ അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ. അതിന് മുന്നേ ഇനിഷ്യലി ഉണ്ടായിരുന്നതിൽ പുള്ളിക്കാരി തന്നെ എനിക്ക് പുള്ളിക്കാരിയുടെ വേറൊരാളുണ്ട്, വേദലക്ഷ്മിയുടെ അല്ലാതെ ധന്യശ്രീ എന്ന് പറഞ്ഞ ഒരാളിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു തന്നിട്ട് ഇതിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി എൻ്റെ അതിന് കൊടുത്തതിന് ശേഷം ഇത് ശരിയാവില്ലെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഇയാൾ എൻ്റെ അടുത്ത് ആദ്യമായിട്ട് ഇയാളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. ഈ അബിൻ ദേവുമായിട്ട് റോബിൻ കൂട്ടുകൂടിയത് അവരുടെ ബൊട്ട്യൂക്കിൽ വന്നാണെന്നും അവിടെ വെച്ച് തനിക്ക് തൻ്റെ കൂടെ പിറക്കാതെ പോയ സഹോദരനാണ് എന്ന് പറഞ്ഞിട്ടാണ് റോബിനോട് അബിൻ കൂട്ടുകൂടിയിരിക്കുന്നതാണ് റോബിൻ ഇപ്പോൾ പറയുന്നത്. പക്ഷെ മറു സൈഡിൽ നിന്ന് വന്ന വീഡിയോസും കാര്യങ്ങളും ഒന്നും അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെടുത്തുന്ന രീതിയിലല്ലായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് വേദലക്ഷ്മിയെ പരിചയപ്പെടുന്നതും വേദലക്ഷ്മിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാനായിട്ട് വീഡിയോ ഇടാനായിട്ട് പറയുകയും ചെയ്യുന്നത്. മാനിപ്പുലേറ്റ് ചെയ്ത് കൊടുക്കുന്നതിന് പകരം നിങ്ങൾ ജെന്യൂൻ ആണ്, സിൻസിയർ ആണ്, സത്യസന്ധനാണെന്നുണ്ടെങ്കിൽ ലീഗലി പോകും, ഞാൻ റെഡിയാണ്, എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ ലീഗലി പോകാൻ റെഡിയാണ്. എന്തുകൊണ്ട് നിങ്ങൾ വരുന്നില്ല, നിങ്ങൾ വന്നത് പ്രൂവ് ചെയ്യൂ. പിന്നെ വേദലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഓപ്പൺ ആയിട്ട് പറഞ്ഞെന്ന് പറയുന്നുണ്ട്. പക്ഷെ പിന്നീടും റോബിൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ വേദലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്യുകയും അവരുടെ കയ്യിൽ നിന്ന് ഫണ്ട് വാങ്ങിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ഫണ്ട് വേണമെന്ന് പറയുന്ന സമയത്തൊക്കെ ഈ അബിൻ ദേവ് ആവശ്യപ്പെടുന്ന ഒരു സെൽഫി വീഡിയോ, അതായത് ഇത്ര രൂപ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സെൽഫി വീഡിയോ അയക്കണമെന്ന് പറയും. അപ്പോൾ അവരത് ബുദ്ധിപൂർവ്വം അവർക്ക് എവിഡൻസ് ആക്കാൻ വേണ്ടി തന്നെ ഇവനെ കൊണ്ട് സെൽഫി വീഡിയോ എടുപ്പിച്ചു വെച്ചു. അപ്പോൾ ഇദ്ദേഹത്തിന് ഫണ്ട് കിട്ടുമെന്നുള്ളത് വന്നപ്പോഴത്തേക്ക് 2 വീഡിയോ ഇല്ലേ പോട്ടെന്ന് പറഞ്ഞ് അയച്ചു കൊടുത്തു. അപ്പോൾ ആ വീഡിയോ ഇട്ടാണ് അബിൻ ദേവും വേദലക്ഷ്മിയൊക്കെ ഇവനെതിരെ കരുക്കൾ നീക്കുന്നത്. അപ്പോൾ അത് ഫണ്ട് കിട്ടുമെന്നും പറഞ്ഞ് എന്തോ ആർക്കും ഒരു വീഡിയോ എടുത്ത് കൊടുക്കുന്നത് മാന്യമായ ഒരു ഇടപാടല്ലല്ലോ. ഫോഴ്സ്ഫുള്ളി ഒരാളെ സപ്പോർട്ട് ചെയ്തു എന്ന് അയാൾ തന്നെ പറയുന്നത്. ആ ഫോഴ്സ്ഫുള്ളി സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം എന്തായിരുന്നു? അപ്പം തനിക്ക് പൈസ ആവശ്യം വന്നപ്പോൾ ആരെന്ത് കാണിച്ചാലും അവരെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടാനും അവർക്ക് വേണ്ടി അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാൻ എന്ത് ഊളത്തരങ്ങൾ കാണിക്കാനും റോബിൻ റെഡിയായിരുന്നു എന്നുള്ളതാണ് ഇതിന്റെ വസ്തുത. അപ്പോൾ ആ പൈസ അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നത് പോലെ തിരിച്ചു കൊടുക്കാനും ഇദ്ദേഹം ബാധ്യസ്ഥനാണ്.
അങ്ങനെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കുകയും വേണം. അതാണ് അതിന്റെ മര്യാദ. അപ്പോൾ അവിടെ വന്നിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ കൊടുക്കുള്ളൂ, തിരിച്ച് കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത് മര്യാദയായ കാര്യമില്ല. ഇപ്പോൾ പുള്ളിക്കാരിക്കാണ് ഫണ്ട് കൊടുക്കാനുള്ളതെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരി അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചാണ്. അത് മാത്രമല്ല ഈ അഭിദേവനും വേദലക്ഷ്മിക്ക് അഗൻസ്റ്റ് ഇതിന് മുന്നേ എൻ്റെ വോയിസ് എല്ലാം ഞാൻ പബ്ലിക്കിൽ ഇടും. അതേപോലെ തന്നെ ഈ വീഡിയോസ് ഈ പറഞ്ഞ ഞാൻ അയച്ചു കൊടുത്ത സെൽഫി വീഡിയോസ് എല്ലാം പബ്ലിക്കിൽ ഇടുമെന്ന് പറഞ്ഞ് എന്നെ ത്രട്ടൻ ചെയ്ത് ഞാൻ ഇലക്ഷൻ്റെ സമയത്ത് പോകാൻ വേണ്ടി മുൻകൂട്ടി ഇരിക്കുന്ന സമയത്ത് എന്നെ അവരുടെ വീട്ടിൽ വിളിച്ച് വരുത്തി ഈ പറഞ്ഞ വേദലക്ഷ്മി വീഡിയോ എടുത്ത് ഈ പുള്ളിക്കാരനെ വെച്ചിട്ട് ഇതേപോലെ ഫണ്ട് കൊടുക്കാനുണ്ടെന്നുള്ള രീതിയിൽ എന്നെ കൊണ്ട് ഒരു വീഡിയോ ചെയ്തു. എന്നിട്ട് പറഞ്ഞ് എന്നെ ബുദ്ധിമുട്ടിക്കത്തില്ല, ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് എന്ത് ചെയ്യിച്ചു ഒരു വീഡിയോ ചെയ്യിച്ചു അവിടെ. ഈ ഒരു വീഡിയോ എടുക്കാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഈ ഒരു 2025 വർഷത്തിൽ അഭിപ്രോ പലതവണ എനിക്ക് പല രീതിയിൽ ഫിനാൻഷ്യലി ഫണ്ട് തന്ന് സഹായിച്ചിട്ടുണ്ട്. അപ്പം ഇനി അതിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് 36,75,000 രൂപ ഇനി അഭിപ്രോന് കൊടുക്കാനുണ്ട്. സോ ഞാൻ ഈ വരുന്ന ജനുവരി 31 36,75,000 രൂപ അഭിപ്രോന് കൊടുക്കുന്നതാണ്. സോ ഈ ഒരു വീഡിയോ എടുക്കുന്നത് എന്താ പറയുക ഫോർമലി ഞങ്ങൾ എടുത്തു വെച്ചിരിക്കുന്നതാണ്. അത് മാത്രമല്ല അതുവരെ എനിക്ക് വിശ്വാസമായിരുന്നു ഇയാൾ മുന്നേ. അപ്പോൾ വേദലക്ഷ്മി പേഴ്സണലായിട്ട് അറിയത്തില്ല, വേദലക്ഷ്മിയുടെ പൈസ ഉണ്ട്. അതിനർത്ഥം എന്താണ്? ഒരു വ്യക്തിപരമായി അറിയാത്ത ഒരാളുടെ പൈസ വാങ്ങിച്ചിട്ട് ഉപയോഗിച്ചു. അപ്പോൾ ഉപയോഗിക്കുമ്പോൾ തിരിച്ചു കൊടുക്കാനും താൻ ബാധ്യസ്ഥനാണ്. അപ്പം നമ്മൾ ആരെങ്കിലും നമുക്ക് വ്യക്തിപരമായി അറിയാത്ത ഒരാളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരുടെ പൈസ വാങ്ങിച്ചിട്ട് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുകയില്ല. അപ്പോൾ ആരെന്ത് കാണിച്ചാലും റോബിന് പൈസ മതിയായിരുന്നു, റോബിന് അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്തു എന്നുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഇലക്ഷന്റെ സമയത്ത് ഇത്രയും ഫണ്ട് കൊടുക്കാനുണ്ടെന്നും പറഞ്ഞിട്ട് ഇവരുടെ വീട്ടിലേക്ക് വിളിക്കുകയും അവിടെ വെച്ചൊരു വീഡിയോ എടുപ്പിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അന്നേരം ഇലക്ഷന്റെ സമയത്ത് ഇവർ ഫണ്ട് തിരികെ ചോദിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിന് മുമ്പ് ചോദിച്ചിട്ടുണ്ടാവും. കൊടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ കൊടുക്കണമായിരുന്നു. അപ്പോൾ വീട്ടിൽ വിളിച്ച് ഇവർ വീഡിയോ എടുക്കത്തില്ലായിരുന്നല്ലോ. അപ്പോൾ കൊടുക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് കൊണ്ടായിരിക്കും അവരവരുടെ വീട്ടിൽ വിളിച്ച് വീഡിയോ എടുപ്പിച്ചത്. 36 ലക്ഷത്തിൽ സംതിങ് ഇനി ഈ ഇലക്ഷൻ സമയത്തും റോബിൻ കൊടുക്കാനുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എത്ര ലക്ഷം വാങ്ങിയിട്ടുണ്ടാവും എന്ന് ആലോചിച്ചോണം. കുറച്ച് തിരിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. 36 ലക്ഷം അതുവരെയും ഇനിയും ബാലൻസ് ആയിട്ട് കൊടുക്കാനുണ്ട്. ഈ 36 ലക്ഷം കൊടുക്കാനുള്ളത് കൊണ്ടല്ലേ അവർ വിളിച്ച് വീഡിയോ എടുപ്പിച്ചത്. ഒരാളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു ഫണ്ട് വാങ്ങുമ്പോൾ തിരിച്ചു കൊടുക്കണമല്ലോ. തിരിച്ചു കൊടുക്കാതിരിക്കുമ്പോൾ അവരങ്ങനെ ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും അനുസരിക്കാൻ ബാധ്യസ്ഥനാവുന്നു എന്നുള്ളതാണ്. ഈ അബിൻ ദേവ് എന്ന് പറയുന്ന ആളുടെ കയ്യിലേക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് റോബിൻ. ആ വീഡിയോയിൽ റോബിൻ നമ്മളോട് ആദ്യം പറയുന്ന ഭീഷണിപ്പെടുത്തിയ ഒരു വീഡിയോ എടുത്തതാണ്. പക്ഷെ നമ്മൾ ആ വീഡിയോയിൽ കാണാം ഒരു നല്ല രീതിയിൽ ഷേക്ക് ആൻഡ് ഒക്കെ കൊടുത്താണ് ഈ വീഡിയോ എടുത്ത് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന നിലയിൽ തന്നെയാണ് ഇത് വീണ്ടും തുടർന്നു കൊണ്ട് പോകുന്നത്. ഇലക്ഷൻ കഴിഞ്ഞ് ഫണ്ട് വരും, ആ സമയത്ത് ഈ പൈസ കൊടുക്കാമെന്നാണ് പറയുന്നത്. ഇനി നമ്മുടെ ഇനി അങ്ങോട്ടേക്കുള്ള കാര്യങ്ങൾ ഇലക്ഷൻ കഴിഞ്ഞ് റോബിന് ഫണ്ട് എവിടെ വരും, എങ്ങനെ കിട്ടുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്. ഒരു സ്ഥാനാർത്ഥി ഇലക്ഷനിൽ നിൽക്കുമ്പോൾ സ്ഥാനാർത്ഥിയുടെ കയ്യിലേക്കല്ല ഫണ്ട് വരുന്ന, പാർട്ടി ഫണ്ട് വരും. പാർട്ടിക്കാരാണത് ചെലവാക്കുന്നത്. പക്ഷേ ഇലക്ഷന്റെ സമയത്ത് റോബിന്റെ കയ്യിലേക്ക് ഫണ്ട് വരുന്നുള്ളതെന്ന് എന്നാണ് അടുത്ത വീഡിയോയിൽ പറയുന്നത്. അത് നമ്മൾ ശ്രദ്ധിച്ച് വോയിസ് ആണ് അടുത്തത് കേട്ടോണ്ട്. ഇത് ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു രൂപ പോലും ഇല്ല. ഒരു മിനിറ്റ് 10 ദിവസത്തിലുള്ള ഡേറ്റ് ആണ് പറയാൻ പോകുന്നത്. 10 ദിവസത്തിലുള്ള ഡേറ്റ്, 10 ദിവസം, 10 days. ഓൾറെഡി ഞാൻ പറഞ്ഞ ദിവസം ഒരു ഒരാഴ്ച ഉണ്ട്. 10 ദിവസത്തിൽ പറയുന്ന ഒരു ഡേറ്റ് എന്ന് വെച്ചാൽ ഈ പറയുന്ന ആ ഡേറ്റ്, എനിക്ക് ആ ഡേറ്റ് വന്ന് ഈ മീറ്റിംഗ് എന്ന് കഴിഞ്ഞാൽ ആ ഡേറ്റ് എടുത്തു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് അത്യാവശ്യം ഫണ്ട് എല്ലാ രീതിയിലും കിട്ടും. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം എനിക്ക് ഇലക്ഷന് വേണ്ടി ചെലവ് ചെയ്യാനുള്ള ഫണ്ടാണ്. ഇലക്ഷൻ ഫണ്ട് വരിക എനിക്ക് തോന്നുന്നുണ്ടോ? നിന്റെ കയ്യിൽ ഇലക്ഷൻ ഫണ്ട് വരുന്നു, നിന്റെ കയ്യിലേക്ക് എങ്ങനെ ഇലക്ഷൻ ഫണ്ട് വരിക എനിക്ക് തോന്നുന്നുണ്ടോ? നിന്റെ കയ്യിൽ ഇലക്ഷൻ ഫണ്ട് വരുന്നു. പാർട്ടി ഫണ്ട് അല്ല, ഒന്നും പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റില്ല. എനിക്ക് പറയാൻ പറ്റില്ല, ഫോണിൽ പറയാൻ പറ്റില്ല. ഞാൻ അഭിപ്രോന്റെ കയ്യിൽ നിന്നും 4 ലക്ഷം രൂപ വാങ്ങാൻ പോവുകയാണ് നാളെ. അതായത് 19/12/2025 ഫ്രൈഡേ അന്ന് രാത്രി 10 മണിയാകുമ്പോൾ 4,25,000 രൂപയായിട്ട് ഞാനിത് തിരിച്ച് കൊടുത്തിരിക്കും അറ്റ് എനി കോസ്റ്റ്. ഓക്കെ, അതിനുവേണ്ടി ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ പറയുന്നത് ജനുവരിയിൽ പൈസ കൊടുത്തു തീർക്കുമെന്നാണ് പറയുന്നത്. ഇപ്പൊ ഈ വീഡിയോ ഒക്കെ പുറത്തു വരികയും ഈ ഇഷ്യൂ സംഭവിക്കുകയും ചെയ്യുന്നത് ഓഗസ്റ്റിലാണ്. അപ്പൊ ഇതുവരെയും റോബിൻ ആ പൈസ കൊടുത്തു തീർത്തിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ വീഡിയോയും ഈ പ്രശ്നങ്ങളും ഒക്കെ പുറത്തു വന്നത്. അപ്പോൾ ഈ 36 ലക്ഷം രൂപ ഇതുവരെയും റോബിൻ കൊടുത്തിട്ടില്ല. അവരുടെ അക്കൗണ്ട്, അവരുടെ ഡയറക്റ്റ് അക്കൗണ്ട് കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ അവർ പറഞ്ഞ ഏതെങ്കിലും ഒരു അക്കൗണ്ടിലേക്ക് തിരിച്ചിട്ട് കൊടുത്ത് കാണത്തില്ലായിരിക്കും. ഇപ്പോൾ വേദലക്ഷ്മിയുടെ അല്ലെ അബിൻദേവിന്റെ ഡയറക്റ്റ് അക്കൗണ്ട് വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനകത്തൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എല്ലാവരുടെയും കയ്യിൽ നിന്ന് കുറെ പൈസ വാങ്ങിച്ചു. ആർഭാടങ്ങളും ആവശ്യങ്ങളും എല്ലാം എല്ലാവരുടെയും കയ്യിൽ നിന്നൊക്കെ പൈസ വാങ്ങിച്ചിട്ട് ചെലവാക്കി. അവസാനം അവർക്ക് തിരിച്ചു കൊടുക്കാനും മനസ്സിലായി. അദ്ദേഹം തന്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഒക്കെ കാണിക്കുന്നുണ്ട്. അതിനകത്ത് 5 കോടിയുടെ ട്രാൻസാക്ഷൻ നടന്നിട്ടൊക്കെ ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ 5 കോടിയുടെ ട്രാൻസാക്ഷൻ നടന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ 5 കോടി രൂപ ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടാവണം എന്നുള്ളതാണ് വസ്തുത. 5 കോടിയുടെ ട്രാൻസാക്ഷൻ നടത്താൻ ഇപ്പൊ ഏതൊരു ബിസിനസ്മാനും പറ്റും. ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്ന് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് ഒരു ദിവസം അക്കൗണ്ടിൽ ഇടുക. പിറ്റേ ദിവസം ഒരു ദിവസം കഴിയുമ്പോൾ, ഈ 24 hours കഴിയുമ്പോൾ ആ പൈസ
ആർക്കെങ്കിലും അവർക്ക് തന്നെ തിരിച്ചു കൊടുത്താലും നമ്മുടെ അക്കൗണ്ടിൽ ഒരു ട്രാൻസാക്ഷൻ നടന്നു എന്ന് വരും. 5 കോടിയുടെ ട്രാൻസാക്ഷൻ ഒരു അക്കൗണ്ടിൽ നടന്നു എന്ന് പറഞ്ഞ് ഇതിൽ റോബിന്റെ കയ്യിൽ വീഡിയോ ഉണ്ട്. പക്ഷെ അതല്ല, നമ്മുടെ കയ്യിൽ ക്യാഷ് ഇൻഫ്ലോ ആയിട്ട്, അതായത് ക്യാഷ് അക്കൗണ്ടിൽ എപ്പോഴും നിലനിൽക്കുന്ന ക്യാഷ് എത്ര ഉണ്ട്, അതാണ് നമ്മുടെ യഥാർത്ഥ ഫണ്ട് എന്ന് പറയുന്നത്. അതാണ്. അപ്പൊ അങ്ങനെ ഫണ്ട് ഉള്ള ഒരാൾ, അല്ലെങ്കിൽ 5 കോടിയുടെ ഫണ്ട് ഉള്ള ഒരാളാണെങ്കിൽ 1 കോടി ഈ 36-40 ലക്ഷം രൂപ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു 70 ലക്ഷം കൊടുക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ ബാധ്യത തീർന്നു. സൂക്ഷിച്ചാൽ പോരെ, ഇദ്ദേഹത്തിന് ഈ ബാധ്യത ഇങ്ങനെ തുടർന്നു കൊണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ വാങ്ങിക്കുന്ന പൈസ തിരിച്ചു കൊടുക്കാൻ റോബിന് മനസ്സില്ല എന്നുള്ളതാണ് ഇതിലെ വസ്തുത. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ പറയാനുള്ളത് ഇത്രയൊക്കെ കാര്യങ്ങളാണ്. ആരായാലും നമ്മൾ പൈസ വാങ്ങിച്ച ഒരാളുടെ കയ്യിൽ നിന്ന് സാമ്പത്തിക സഹായം നമ്മൾ ആവശ്യപ്പെട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് കൃത്യസമയത്ത് കൊടുത്തു തീർക്കാൻ നോക്കുക. അതല്ലെങ്കിൽ അത് വീണ്ടും ഒരു ബാധ്യതയും പ്രശ്നങ്ങളിലേക്ക് മാറും. ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുമ്പോൾ നമ്മൾ തിരിച്ചു കൊടുക്കാനുള്ള ഒരു സോഴ്സ് കണ്ടുവെച്ചിട്ട് മാത്രമേ ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാവൂ, അല്ലെങ്കിൽ ഒരിക്കലും വാങ്ങാൻ നിൽക്കരുത്. അങ്ങനെ വാങ്ങുന്ന പൈസകളെല്ലാം തന്നെ നമ്മുടെ വ്യക്തിപരമായ നല്ല റിലേഷൻഷിപ്പിനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഒരിക്കലും നമ്മുടെ കയ്യിൽ എന്ത് കാശുണ്ടോ ആ കാശ് കൊണ്ടുള്ള നമ്മുടെ ആർഭാടങ്ങൾ കാണിക്കുക. കടം വാങ്ങിച്ച് ഒരിക്കലും ആർഭാടം കാണിക്കാൻ നിൽക്കരുത്. അങ്ങനെ ആർഭാടം കാണിച്ചവരാരും, കടം വാങ്ങിച്ച് ഈ ആർഭാടങ്ങളും ആഡംബരങ്ങളും ആർഭാടങ്ങളും കാണിച്ചവരാരും രക്ഷപ്പെട്ട ഒരു ചരിത്രമില്ല. അത് ഏത് റോബിനായാലും ഏത് ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് എന്ന് പറഞ്ഞാലും ഒരു രക്ഷ. ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള ഇത്രയൊക്കെ കാര്യങ്ങളായിരുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും വേണം. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.